ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത് നമ്മുടെ കപ്പിലൊഴിച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ്. മാത്രമല്ല നമ്മളിതിനകത്ത് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഇതേപോലെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്ക് റെഡിയാക്കുന്നത് കണ്ടു നോക്കാം. നമ്മുടെ കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട്, ഒരുപാട് വലുതൊന്നും വേണ്ട. മാത്രമല്ല നന്നായിട്ട് ഉണങ്ങി ഒട്ടും തന്നെ വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് മാത്രം മതിയാവും. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ആണെങ്കിലും ഇതവിടെ ശരിക്കും തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് നമ്മുടെ ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 മുട്ടയാണ്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ പുറത്തിറക്കി വെച്ചാൽ തണുപ്പൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തൈരാണെങ്കിലും ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അത്രയും മതിയാവും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും അതേപോലെ തന്നെ മുട്ടയുടെയും മിക്സ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉണങ്ങിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ബൗൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുകയാണെങ്കിൽ മിക്സൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ്. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിപ്പിലൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കപ്പ് നമ്മുടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 3 തവണ ഇതേപോലെ സെപ്പറേറ്റ് പൊടികൾ മാത്രം അരിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഒറ്റ തവണ മാത്രമേ അരിച്ചെടുത്ത് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയും അതേപോലെ തന്നെ മുട്ടയുടെ മിക്സും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ, പൊടികൾക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിക്സ്. അപ്പോൾ ഇനിയാണ് നമ്മളിതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാനായിട്ട്. വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മണമുള്ള ഓയിലോ അങ്ങനെയൊന്നും ചേർക്കരുത് കേട്ടോ. റിഫൈൻഡ് ഓയിലാകുമ്പോൾ ഒട്ടും തന്നെ മണമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടും. സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതാട്ടോ ചേർത്തത്. ഒരു 1/4 കപ്പ് അത്രയും മതിയാവും. അപ്പോൾ നമ്മുടെ മിക്സിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്തൊന്നും എടുത്തല്ല, അതിൽ താഴെ ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മിക്സും കൂടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മൈദ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതിയാവും. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേക്ക് റെഡിയാക്കി എടുക്കാനാണ്. അതിനായിട്ട് നമുക്കൊരു മോൾഡിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പിലേക്കോ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കടയിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഷീറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഇതേപോലെ നമ്മുടെ കപ്പ് ഉണ്ടല്ലോ അതിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ചെറിയ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 3ലേക്കും കുറച്ച് ഓയിൽ ഒന്നൊഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുക്കാം നമുക്ക്. ആ സൈഡിലും എല്ലാ ഭാഗത്തൊക്കെ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിമോൾഡ് ചെയ്യാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3ലേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഓരോ പാത്രത്തിലേക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കരുത്. എല്ലാത്തിൻ്റെയും നേർപകുതി അത്രയും മാത്രം മതിയാവും. അപ്പോഴായിരിക്കും നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ പാത്രം നിറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, എല്ലാത്തിൻ്റെയും നേർപകുതി മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദയുടെ മിക്സിൽ നിന്ന് ഏകദേശം 4 കപ്പ് കേക്കിൻ്റെ അടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 4 റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 എണ്ണം മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിലേക്കും കൂടി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കപ്പ് കേക്കിൻ്റെ മിക്സൊക്കെ നമുക്ക് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അത് അത്യാവശ്യം നന്നായിട്ട് അടികട്ടിയുള്ള നല്ല കുഴിയുള്ള ഒരു പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നല്ലപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് ശരിക്കും ഒന്ന് ചൂടായി വന്നതാണ്.
ഇനിയിപ്പോൾ ഈ പാത്രത്തിലേക്ക് നേരിട്ടല്ല വെക്കുന്നത്, മറിച്ച് ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ടും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തട്ടിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ് കേക്കിൻ്റെ ആ കപ്പ് ഉണ്ടല്ലോ അതങ്ങ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നേരിട്ട് ഒരിക്കലും അടിയിൽ മുട്ടാൻ ഭാഗത്തിന് വെച്ച് കൊടുക്കരുത്, ഇതേപോലെ വേണം ചെയ്യാനായിട്ട്. കണ്ടോ, 3 എണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30-40 മിനിറ്റ് ഒന്ന് റെഡി ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കപ്പ് കേക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊങ്ങി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മൾ നേരെ അരഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പൊങ്ങി വന്നപ്പോൾ പാത്രം നിറച്ച് തന്നെ നമ്മുടെ കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് പുറത്തിറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വലിയ തീ ചൂട് നാറിക്കഴിയുമ്പോൾ വേണം നമുക്കിത് പുറത്തേക്ക് ഇറക്കി ഇങ്ങെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഇങ്ങ് വെടിവെച്ചെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാകും. ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ ഇതേപോലെ ഒന്ന് വെടിവെച്ചിട്ട് പതുക്കെ ഒന്ന് കമത്തി കൊടുത്ത് തട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ സൈഡിലൊന്നും പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കുന്നു. കണ്ടോ, കാണുമ്പോൾ തന്നെയാണെങ്കിലും മനസ്സിലാവും ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സോ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട്, ബദാം, പിസ്ത അതൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് പഞ്ഞു പോലുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കാം. നല്ല എളുപ്പത്തിൽ ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഉൾഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അളവുകളൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മാത്രം മതിയാകും. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് അളവുകൾ കൊടുത്തേക്കാവേ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരില്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ എല്ലാവരിലേക്കും നമ്മുടെ റെസിപ്പിയും കൂടി എത്തുള്ളൂ. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി കിഡിൽ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.